നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ നമ്മൾ കാണുന്ന അലീന കണിയാപുരം കോളനിയിലേക്ക് പോവാണ്. ശരണ്യയെ കാണണം. അപ്പോൾ ഇന്നലെ പോയി കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് അലീന ഒരുക്കമായിരുന്നില്ല. അവൾക്ക് ആശ്വാസം പകരണം, അവളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരണം. അവൾക്കൊരു പോറൽ പോലും സംഭവിച്ചുകൂടാ ഇനി എന്നൊരു ചിന്ത മാത്രം അലീനയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പോകുന്ന സമയത്ത് ബാലേന്ദ്രനെ എതിർക്കുന്നുണ്ട്, പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അലീന സമ്മതിച്ചില്ല. അലീന പറഞ്ഞു, അതെ ഞാൻ പോയിട്ട് വരാം അച്ഛാ, എനിക്ക് പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാ. അവളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഒരു നല്ല കാര്യമല്ലേ. തളർന്നു പോയ പെൺകുട്ടിയാണ്, അവൾക്കിപ്പോൾ ആശ്വാസം പകരേണ്ടത് എൻ്റെയും കൂടെ ഉത്തരവാദിത്വമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ സഹോദരന്മാരാണല്ലോ അവളോട് ആ ചതി ചെയ്തിരിക്കുന്നത്. അതിന് മറുപടി പറയാൻ ബാലേന്ദ്രൻ ഇല്ലായിരുന്നു. അല്ലെങ്കിലും ബാലേന്ദ്രൻ എന്തു മറുപടി പറയാനാ? കാരണം അലീനയുടെ മുന്നിൽ ബാലേന്ദ്രൻ ഉത്തരം മുട്ടും. ഒടുവിൽ അലീന കണിയാപുരം കോളനിയിലേക്ക് പോവാണ്. അങ്ങനെ ബസ്സിറങ്ങി അവിടുന്ന് നടന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് വഴിക്ക് വെച്ച് ഒരു ചേട്ടൻ അങ്ങോട്ടേ വരുന്നത്. അലീനയെ കണ്ടപ്പോൾ ചോദിച്ചു, ഓഹോ നീ വീണ്ടും അങ്ങോട്ട് പോകാൻ വേണ്ടി വന്നാണോ? ഇന്നലെ കിട്ടിയതൊന്നും നിനക്ക് പോരേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ചേട്ടാ എനിക്ക് ശരണയുടെ വീട്ടിലേക്ക് പോയാൽ മതിയാവളെന്ന് പറഞ്ഞു. നീ എന്തിനാ എപ്പോഴും അങ്ങോട്ടേക്ക് പോകുന്നേ? അവിടെ എന്താണെന്ന് ചോദിച്ചു വിശേഷിച്ച്. അത് ശരണ്യയ്ക്ക് ആശ്വാസം പകരണം, അവളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പിന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരണം പോലും നിന്റെ സഹായം അവർക്ക് വേണ്ടെങ്കിലോ മര്യാദയ്ക്ക് തിരിച്ചു പോകാൻ നോക്കാൻ പറഞ്ഞു. ഇന്നും വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നതല്ല, പക്ഷേ എങ്കിൽ എനിക്ക് അവളെ കണ്ടേ മതിയാവുള്ളൂ, അവളെൻ്റെ അനുജത്തിയാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു അന്താളിപ്പോട് കൂടിയിട്ട് അയാൾ അലീനയെ നോക്കണം. പിന്നീട് അലീനയോട് ചോദിച്ചു, അല്ല നീയാ ബാലേന്ദ്രൻ്റെ വീട്ടിൽ നിന്നല്ലേ വരുന്നേ? ഒരു പക്ഷേങ്കിൽ ഇനി ശരണ്യനെ സ്വാധീനിക്കാനാണോ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്? അപ്പോഴേക്കും അലീന പറഞ്ഞു, ഒരിക്കലും അല്ല, അങ്ങനെ സ്വാധീനിക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ അവളോടൊപ്പമാണ്, ശരണ്യയോടൊപ്പം. തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടണമെന്നൊരു ചിന്താഗതിക്കാരിയാണ് ഞാൻ. അതുകൊണ്ട് ആ കാര്യത്തിൽ ചേട്ടൻ പേടിക്കണ്ട. ഞാനെന്താണെങ്കിലും അവളെ സ്വാധീനിക്കാനോ അവളുടെ വീട്ടുകാരെ സ്വാധീനിക്കാനോ അല്ല പോകുന്നേ. എനിക്ക് പോയേ മതിയാവളെന്ന് പറഞ്ഞു. പിന്നെ അയാൾ എതിർപ്പൊന്നും പറഞ്ഞില്ല. അലീന നേരെ ശരണ്യയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് ഗോപൻ ഇറങ്ങി വന്നു. അലീനയെ കണ്ടപ്പോൾ ചോദിച്ചു, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. എനിക്ക് ശരണ്യയെ കാണണമെന്ന് പറഞ്ഞു. അവളെ എന്തിനാ കാണുന്നേ? അവളെ നീ ഇപ്പോൾ കാണണ്ടാന്ന് പറഞ്ഞു. കണ്ടേ മതിയാവുള്ളൂ. നീ അവളെ കണ്ടിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. എനിക്ക് അവളെ ആശ്വസിപ്പിക്കണം, കൂടെ ഉണ്ടെന്ന് പറയണം, താങ്ങും തണലുമായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു. അതെ അതിനൊക്കെ ഞങ്ങളുണ്ട്, ഞങ്ങൾ നോക്കിക്കോളാം. എൻ്റെ അവളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. നിൻ്റെ സേവനമൊക്കെ മതി, മര്യാദയ്ക്ക് പോകാൻ നോക്ക്. ഇന്നലത്തെ കാര്യങ്ങളൊക്കെ നിൻ്റെ മനസ്സിലുണ്ടല്ലോ. ഇന്നും അങ്ങനെ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ പോകണം, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടേ മടങ്ങുള്ളൂ, എനിക്കവളെ കാണണം, കാണാതിരിക്കാൻ പറ്റില്ല. ഈ സമയത്ത് അവൾക്ക് ആശ്വാസം പകർന്നില്ലെങ്കിൽ ഒരു പക്ഷേ അവളുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റില്ല. അലീന തറപ്പിച്ചു പറഞ്ഞു. താൻ പിന്മാറില്ല എന്നൊരു ചിന്താഗതിയായിരുന്നു അലീനയ്ക്ക്. ഒടുവിൽ ശരണ്യയുടെ അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ട് വരുവാണ്. ഒടുവിൽ അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യയുടെ അമ്മ പറഞ്ഞു, മോനെ അവൾ പോയി കണ്ടോട്ടെ എന്ന് പറഞ്ഞു. അലീന നീ മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. കാരണം തലേ ദിവസം അലീന വന്നതിന് ശേഷമാണോ ഇച്ചിരി ചായ കുടിക്കുക, എന്തേലും ഒരു പഴമൊക്കെ ആണെങ്കിലും ശരണ്യ കഴിച്ചതുപോലും. അങ്ങനെയാണെങ്കിൽ ഇന്ന് അവൾ വരുമ്പോൾ ചിലപ്പോൾ ഒരു ആശ്വാസം ആകുമല്ലോ എന്നൊരു ചിന്ത ശരണ്യയുടെ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ശരണ്യയുടെ അമ്മ ഗോപനെ വഴക്ക് പറഞ്ഞു. അവൾ കയറി പോട്ടെ, പോയി കണ്ടിട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ ഗോപൻ പറഞ്ഞു, എന്ത് വെള്ളം ചെയ്യുക, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. അതേ സമയത്ത് വൈജ ബബിതയെ വിളിക്കുവാണ്, വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. ആ സമയത്താണ് ബബിത പറയുന്നത്, ഇവിടെ ഭയങ്കര വിശേഷമൊക്കെ തന്നെ ഇരിക്കണേ. ആ അലീന എന്ന് പറയുന്നവളുണ്ടല്ലോ, ഇന്നലെ ആ ശരണ്യ എന്ന് പറയുന്ന പെണ്ണിനെ കാണാൻ പോയിരിക്കുന്നു. ശരണ്യനെയോ? അതെന്തിനാ ശരണ്യനെ കാണാൻ പോയത്? ഒന്നും പറയണ്ട, അവൾക്ക് ആശ്വാസം പകരാൻ പോയതാണ് പോലും. എന്തിനാ ഏതാന്നൊക്കെ ആര് കണ്ടു? അവളിപ്പം ആ ശരണ്യയുടെ വീട്ടിലേക്ക് വീണ്ടും പോയിരിക്കുക. മിക്കവാറും കണ്ടു രോഹിതേണ്ണും അതുപോലെ തന്നെ ഹരിയണ്ണൊക്കെ ശിക്ഷ വാങ്ങിക്കൊടുക്കാനായിരിക്കും ആ ശരണ്യെന്ന് പറയുന്നവളുടെ ഒപ്പം അവൾ പോയിരിക്കുന്നത് എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജി ചോദിച്ചു, അല്ല നിൻ്റെ അച്ഛനൊന്നും പറഞ്ഞില്ലെന്ന് ചോദിച്ചു. പിന്നെ അച്ഛനും കൂടെ സപ്പോർട്ട് നിൽക്കുക, എന്തിനാ ഏതാന്നൊക്കെ അറിയത്തില്ല. അവൾക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട വല്ല കാര്യമുണ്ടോ അമ്മേ? അല്ല ഞങ്ങളാരും പറഞ്ഞായിരുന്നു അവളനുസരിക്കത്തില്ല, അവളുടെ തോന്നിയ ദിവസമല്ലേ അവൾ പോകുന്നത്. ഇന്നലെ അവിടെ ചെന്നിട്ട് ആൾക്കാരെ ഏതാണ്ടൊക്കെ ചെയ്തെന്നോ അവൾ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചെന്നോ ഒക്കെ പറയുന്നത് കേട്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈജ പറഞ്ഞു, ശരിക്കും അവളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കേണ്ടായിരുന്നു, അങ്ങനെയായിരുന്നെങ്കിൽ ആ ശല്യം അങ്ങ് തീർന്നേനം, ഇനി അവളുടെ ശല്യം ഉണ്ടാകത്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിത പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അച്ഛനും
കൃഷ്ണ എല്ലാം അവളുടെ സൈഡാന്ന് പറഞ്ഞു. അവൾ എന്ത് പറയുന്നോ അതാണ് ഇവിടെ എല്ലാവരും അനുസരിക്കുന്നത്. അച്ഛൻ പോലും അവളെ എതിർക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വൈജ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിൻ്റെ അച്ഛനും പിന്നെ നിൻ്റെ അനുജത്തി എല്ലാം അവളോടൊപ്പം അല്ലേ, എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ടാണ് കോള് കട്ട് ചെയ്യുന്നത് വൈജ. പിന്നീട് വൈജ ഇങ്ങനെ ആലോചിക്കുക, എന്താ ചെയ്യേണ്ടത് ഒന്നും ഒരെത്തും പിടിയും കിട്ടിയില്ല. ഈ സമയത്ത് ബബിതയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷൻ. പുറത്ത് പോലും പോകാൻ പറ്റുന്നില്ല, അമലിനെ കാണാൻ പറ്റുന്നില്ല. അമൽ മെസ്സേജ് അയക്കുന്നുണ്ട് പുറത്തേക്ക് ചെല്ലാനും പറഞ്ഞുകൊണ്ട്. പക്ഷെ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് പോകുന്നത്? അച്ഛനും കൃഷ്ണമോളും എല്ലാം ഉണ്ട്. ഈ സമയത്ത് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയത്തിന് ഇട നൽകും. അതുകൊണ്ട് പോവാനും പറ്റില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. വല്ലാത്തൊരു ഇത് തന്നെ. കാരണം ഈ ഏത് സമയത്താണോ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ തോന്നിയത്? ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അവനോടൊപ്പം ഒന്ന് കറങ്ങാൻ പോയിരുന്നു. ഇനിയിപ്പം കോളേജിലേക്കൊന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. കാരണം ഇപ്പോൾ കോളേജിലേക്ക് പോകുന്നില്ലെന്നുള്ള കാര്യം അറിയാം. അച്ഛനും കൂടെ വീട്ടിലേക്ക് വന്നുകൊണ്ട് ഇനി അമ്മയെ കാണാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അച്ഛൻ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതും പണിയാവും. ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. അതോടൊപ്പം തന്നെ തൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഹരിയുടെ കൂട്ടുകാരൻ്റെയിലുണ്ട്. അതെങ്ങാനും അച്ഛൻ കാണുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ തൻ്റെ ജീവിതം തകർന്നത് തന്നെ. തൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു പക്ഷേങ്കിൽ ഇപ്പോൾ കൃഷ്ണയ്ക്ക് പോലും പല കാര്യങ്ങളും അറിയാം. മണിവേടൻ ഇനിയിപ്പം അലീനയോടോ മറ്റോ പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ തൻ്റെ വീഡിയോസിനെ കുറിച്ചൊക്കെ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ബബിതയ്ക്ക് ആകപ്പാട് ടെൻഷനായി. തൻ്റെ ജീവിതം ഇനി എങ്ങനെ ആവും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. അമലിനെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. അമൽ എന്താണെങ്കിലും തന്നെ കൈയൊഴിയില്ല എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ബബിതയുടെ മനസ്സിൽ. അതേ സമയത്ത് അലീന ശരണ്യയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ശരണ്യ തിരിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അലീന പോയി ശരണ്യെന്ന് പറഞ്ഞ് വിളിച്ചു. ശരണ്യ പതുക്കെ തിരിഞ്ഞ് നോക്കുകയാണ്. അലീനയെ കണ്ടു കഴിഞ്ഞപ്പം ശരണ്യ പതുക്കെ ഒന്ന് നോക്കി. അപ്പോഴേക്കും അലീന പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇന്നും വന്നെന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, അല്ല മോളെന്തേലും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല, ഒന്നും മിണ്ടാതിരിക്കുകയാണ്. എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കില്ല, ഒരു കാരണവശാലും വിഷമിച്ചിരിക്കരുത്. ധൈര്യം വേണം. അതിന് നമ്മൾ സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യം എന്താ? അതിന് മോളൊരു തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്ന കണ്ട് കഴിഞ്ഞപ്പം അലീന അവളെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, സങ്കടപ്പെടണ്ട കേട്ടോ, ഞാനില്ല കൂടെ, ചേച്ചിയായിട്ട് ഞാനുണ്ട്. മോൾക്ക് എന്ത് വിഷമമുണ്ടല്ലോ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഓടി വരാം കേട്ടോ. എല്ലാ ദിവസമൊന്നും വരാൻ പറ്റിയില്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന ദിവസമെല്ലാം ഞാൻ വരാം. മോള് ജീവിതത്തിലേക്ക് തിരികെ വരണം. അപ്പോഴേക്ക് ശരണ്യയുടെ അമ്മ അങ്ങോട്ട് വന്നു. ഈ സമയത്ത് അലീന പറഞ്ഞു, അതെ കുറച്ച് ചോറ് എന്തെങ്കിലും എടുത്തുണ്ടോ, ഞാനൊന്ന് കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞു. കാരണം ഒന്നും കഴിച്ചിട്ടില്ലെന്ന് അലീനയ്ക്കറിയായിരുന്നു അവൾ. അങ്ങനെ അവർ പോയി ചോറൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഈ സമയത്ത് അലീന മോളെ ഇച്ചിരി എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു. വേണ്ട ചേച്ചി, എനിക്ക് കഴിക്കാനൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആരോഗ്യം വേണ്ടേ? മോളിങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പിന്നെ ആരാ ഉള്ളത്? അവർക്ക് താങ്ങും തണലും ആവണ്ടേ? മോളിങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും അവർക്ക് ടെൻഷൻ കൂടത്തല്ലേ ഉള്ളൂ. ഇനിയും നമ്മൾ അവരെ വേദനിപ്പിച്ചുകൂടാ. അല്ലെങ്കിലും മോളെന്താ തളർന്ന് കിടക്കേണ്ട ആളല്ല മോള്. മോള് നല്ല ഉഷാറോടെ എഴുന്നേറ്റ് കിടക്കണം. മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. മോൾക്ക് ഇങ്ങനെ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഇങ്ങനെ ചെയ്തവർക്ക് കിട്ടും. അതിന് ഈ ചേച്ചി കൂടെ ഉണ്ടായിരിക്കും. മോള് ധൈര്യമായിട്ടിരിക്കുക. എന്ത് വന്നാലും മോളോട് കൊടുംചാതി ചെയ്തവർക്കുള്ള ശിക്ഷ ഈ ചേച്ചിയും കൂടെ ചേർന്ന് വാങ്ങിക്കൊടുക്കും. മോള് ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അപ്പോഴേക്ക് ശരണ്യയുടെ അമ്മ ആഹാരം കൊണ്ടുവന്ന് കൊടുത്തു. ആ സമയം അലീന എന്ത് ചെയ്തു? അവരോട് മോൾ എഴുന്നേക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ വേണ്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷേ അലീന സമ്മതിച്ചില്ല. അലീനെ അവൾ എന്ത് ചെയ്തു? പതുക്കെ പിടിച്ച് എഴുന്നേപ്പിച്ചിരുത്തി. എന്നിട്ട് വാരി കൊടുക്കുകയാണ് ചോറ്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശരണ്യയുടെ അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. കാരണം ഇങ്ങനെയൊന്നും എഴുന്നേക്കോ അല്ലെങ്കിൽ കഴിക്കാനോ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല 2-3 ദിവസമായിട്ട്. അലീന ഇന്നലെ വന്നു കഴിഞ്ഞപ്പോഴാണ് എന്തെങ്കിലും ഇച്ചിരി ഒന്ന് കഴിക്കാൻ കൂട്ടാക്കിയത്. പിന്നെ ഇപ്പോഴാണ്ട് അലീന വന്ന് ചോറൊക്കെ വാരി കൊടുക്കുമ്പോൾ അവൾ കഴിക്കുന്നുണ്ട്, മടി കൂടാതെ കഴിക്കുന്നുണ്ട്. പിന്നീട് അലീന അവളെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കയ്യെ പിടിച്ച് എഴുന്നേപ്പിച്ച് മുറിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്ക് വയ്ക്കുകയാണ്. മോളിങ്ങനെ കിടന്നാൽ എങ്ങനെ ശരിയാകുന്നേ? ഈ ഇരുട്ടുമുറിയിൽ നിന്ന് പുറത്തേക്ക് വരണം. ഇവിടെ കിടന്ന് ജീവിതം തീർക്കാനുള്ള അല്ല മോളുടെ. ഈ ഇരുട്ടുമുറിയിൽ കിടന്നിട്ട് മോള് പുറത്തേക്ക് വരണം. ഒരിക്കലും തല കുനിച്ച് നടക്കേണ്ടവളല്ല, തല ഉയർത്തിപ്പിടിച്ച് തന്നെ നടക്കേണ്ടവളാ. ഇങ്ങനെ പേടിച്ച് വിറച്ച് അല്ലെങ്കിൽ എൻ്റെ ജീവിതം തകർന്നെന്ന് പറഞ്ഞുകൊണ്ട് ഈ മുറിക്കുള്ളിൽ എന്തിനാ ജീവിതം തീർക്കുന്നേ? അതുകൊണ്ട് ആർക്ക് എന്ത് നേട്ടം ഉണ്ടാകുന്നേ? മോളുടെ അച്ഛനും അമ്മയ്ക്കും മോൾക്കും ജീവിതം നഷ്ടപ്പെടും. വേറെ ആർക്കും ഒന്നും പോകാനില്ല. ഇങ്ങനെ ചെയ്തവന്മാർ കുറച്ച് കാലം കഴിയുമ്പോഴത്തേന് നല്ല സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ കണ്ണുകളിൽ പതിവില്ലാത്തൊരു തിളക്കവും കാര്യങ്ങളും ഉണ്ടായി. അവൾക്ക് താൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് അലീനയ്ക്ക് തോന്നി. ആ സമയം ശരണ്യയുടെ അമ്മ പുറത്തേക്ക് വന്നു. ശരണ്യയുടെ അനുജന്മാരും അതുപോലെ അച്ഛനും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഭയങ്കര സന്തോഷത്തോടു കൂടി പറഞ്ഞു, അതേ ശരണ്യ മോൾ എഴുന്നേറ്റു,
ചോറൊക്കെ കഴിച്ചെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ശരണ്യയുടെ അച്ഛൻ ചോദിച്ചു, സത്യമാണോ നീ പറയണേ? അതെ. അല്ലെങ്കിലും ആ കൊച്ച് ആശ്വസിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ എന്തോ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല. ആ കൊച്ചിന് എന്തോ ഒരു കഴിവുണ്ട്. ഒരു കഴിവില്ലെങ്കിൽ ആ കൊച്ച് ഇത്ര പെട്ടെന്ന് മോളെ എഴുന്നേൽപ്പിക്കില്ല. അവളൊന്ന് ഓരോ കാര്യങ്ങളും ഓരോ ആശ്വാസവാക്കുകളൊക്കെ കേൾക്കുമ്പം നമുക്ക് തന്നെ തോന്നും. കാരണം ഇത്ര പെട്ടെന്ന് അവൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റും അവൾക്കുള്ളതാണ്. അവൾ ഒരാൾ മാത്രമാണ്. അല്ലെങ്കിൽ ഇത്രയും ദിവസമായിട്ട് നമ്മൾ തന്നെ അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾ എന്തേലും ചെയ്യാൻ കൂട്ടാക്കിയായിരുന്നോ? ഇല്ലല്ലോ. പിന്നീട് ഗോപനോട് പറഞ്ഞു, എടാ മോനെ, അവൾ ഇനി വരുമ്പോൾ അവളെ തടയരുത്. ഒരു പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അവളെ കൊണ്ട് പറ്റും നമ്മുടെ മോളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനായിട്ട്. ഉറപ്പായിട്ടും അതിന് സാധിക്കും. ആ പെങ്കൊച്ച് അവൾ മിടുക്കിയാണ്. അത് മാത്രമല്ല അവളുടെ സംസാരം കേട്ടാൽ തന്നെ അറിയാമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശരണ്യയുടെ അച്ഛൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോൾ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വരുമായിരിക്കും അല്ലേന്ന് ചോദിച്ചു. ഉറപ്പായിട്ടും, എനിക്ക് ആ കാര്യത്തിലൊരു സംശയമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ സമയം അലീന അവളോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. പിന്നീട് ശരണ്യയുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ മാക്സിമം അവൾക്ക് സപ്പോർട്ട് കൊടുക്കണം, അവളുടെ കൂടെ തന്നെ ഇരിക്കണം. അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു തോന്നൽ അവൾക്കുണ്ടാവണം. അതാണ് ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് അതാണ് ഏറ്റവും വലുത്. പിന്നെ അവളിങ്ങനെ ഒരു അടച്ചിട്ട് മുറിയിലിരുത്തില്ല, അവളെ പുറത്തേക്കൊക്കെ ഇറക്കണം. അവളെ ആൾക്കാരെയൊക്കെ കാണട്ടെ, അവരോടൊക്കെ സംസാരിക്കട്ടെ. അവളുടെ മനസ്സിലെ വേദനകളും വിഷമങ്ങളും ഒക്കെ അങ്ങനെ പുറത്ത് പോട്ടെ, അതില്ലാതാവണം. അല്ലാതെ എപ്പോഴും മുറിയിലിരുന്ന് ഓരോന്നൊക്കെ ആലോചിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് മരിക്കണം, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ നാളെ വരാമെന്നൊക്കെ പറഞ്ഞാണ് അലീന ഇറങ്ങുന്നത്. അതിന് ശേഷം നേരെ ഷാജിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ പോയി അലീന തലേദിവസം അലീനയ്ക്ക് വേണ്ടി കൊടുത്ത ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് അവരോടും കൂടെ സംസാരിച്ചതിന് ശേഷം അലീന വീട്ടിലേക്ക് തിരികെ വരുന്നത്. അലീനയ്ക്കൊരു ആത്മവിശ്വാസമൊക്കെ തോന്നി. തനിക്ക് ഉറപ്പായിട്ടും അവളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ പറ്റും എന്നൊരു ചിന്തയൊക്കെ അലീനയുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.